ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് നമ്മളിന്ന് സെർച്ച് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണിപ്പം. അപ്പോൾ നമ്മളിപ്പോൾ FIR ഇടുന്നുണ്ട് മർഡർ കേസിന്. ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പ്രൊസീഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഫർദറായിട്ട് ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 5 പേരാണുള്ളത്. അപ്പോൾ അവരെ ഈ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി എടുത്തത്. 5 പേരാണ് മാഡം? അതെ, 5 പേരാണ്. ഇല്ല, അത്രയും ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പം സ്ഥിരീകരിച്ച് പറയാൻ മാത്രമായിട്ടില്ല. അത് പല രീതിയിലുള്ള കണക്ഷൻസ് ആണ്. അങ്ങനെ എല്ലാവരും തമ്മിൽ ഒരേ രീതിയിലുള്ള അറിയുന്ന ആൾക്കാരാണ്. അനിലിനാണ്. നമ്മൾ സംശയിക്കുന്നുണ്ട്. പിന്നെ അയാളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് അല്ല, നമുക്കിപ്പോൾ സോഫാർ നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലാണ്ട് വേറൊരു ഇഷ്യൂസും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം മർഡറിന് FIR ഇടുന്നത്. പക്ഷേ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം 15 വർഷക്കാലമായി, അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചയിൽ ഒരുപാട് എവിഡൻസ് ഇഷ്ടമായിട്ട് കാണുന്നില്ല. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചതായിട്ട് കരുതുന്നുണ്ട് ഈ സെപ്റ്റിക് ടാങ്കിലേക്ക്? അത് ഉണ്ടാവാം. അത് പരിശോധിക്കാൻ വേണ്ടി സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ട്? അതെ, എടുത്തിട്ടുണ്ട്. കൊലപാതകം പുറത്ത് വെച്ച് നടത്തിയെന്നാണോ അതോ അവിടെ വെച്ച് തന്നെ നടത്തി? അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, സിറ്റുവേഷനല്ല. നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവെസ്റ്റിഗേഷനെ ഫർദറായിട്ട് ബാധിക്കും. അതെ മാഡം, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇവർ പറഞ്ഞു വന്നിരുന്നത് ഒരു കഥ, അല്ലെങ്കിൽ ആ നാട്ടിൽ വന്നിരുന്ന ഒരു കഥ 15 വർഷങ്ങൾക്ക് 16 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാളുമായി പോയി സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് പോയി എന്നൊരു കഥയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവരെ ബന്ധപ്പെട്ടിരുന്നു, വിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞു. പിന്നീട് പക്ഷേ അതിനുശേഷം വീണ്ടും അനിൽകുമാർ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഒരു സംശയങ്ങളുടെ ഘട്ടമൊക്കെ ആ ഘട്ടത്തിലുണ്ടായി. അന്ന് പക്ഷേ ആരും തന്നെ പരാതി നൽകാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഇത് 15 കൊല്ലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ടും കൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ടില്ല. അപ്പം കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ആ കാലത്തിന് അങ്ങനെ ഒരു പരാതി റേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം അത് ഫർദറായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് മാഡം ഈ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് വരാനുള്ള സാഹചര്യം? ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. അപ്പോൾ എൻക്വയറി അതിൻ്റെ സോഴ്സിൻ്റെ ഇൻഫർമേഷൻ സോഴ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ നിഗമനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് FIR ഇടുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഈ പറഞ്ഞതുപോലെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ നമ്മൾ ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ അറിവ്. ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ മാഡം? അനിലിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. മാഡം, ഇതിലെ ഏറ്റവും നമ്മൾ പറയുന്നത് കുറേ കാലമായിട്ടുള്ള ഒരു അന്വേഷണം, അത് അപ്പോൾ എത്രത്തോളം ഒരു വെല്ലുവിളിയായിരിക്കും ഇത് തെളിയിക്കുകയും അതുപോലെ കൃത്യമായിട്ട് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളത്? എത്രത്തോളം പോലീസ് സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയാണ് ഇത്? ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലോട് എടുക്കുന്ന കുറേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് നമ്മൾ അതിനകത്തൊരു ഡെഫിനറ്റായിട്ട് ഒരു ചാലഞ്ച് ഉണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു വീട്ടിലാണ് ബോഡി കൊണ്ടുപോയിട്ട് മറവിയത് സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ ഈ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല സ്വാഭാവികമായിട്ട്? അത് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു, അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് ഒരു കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പറയാം.
അതെ, ആ സമയത്ത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇവിടെ. അതെ. അതെപ്പോഴായിരുന്നു ഈ വിവരം നമുക്ക് ലഭിക്കാൻ? വിവരം കിട്ടിയിട്ട് കുറച്ചായി, അപ്പോൾ ഞാൻ കറക്റ്റ് ഡേറ്റ് പറയുന്നില്ല, കുറച്ചായി. ഇവിടെ ഈ പരാതി ഇങ്ങനെ ഒരു 15 വർഷം മുമ്പുള്ള കേസ് സംബന്ധിച്ചതാണെന്ന് വിവരം പറയുന്നത്. അപ്പം അതൊരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ അതോ അതിനകത്ത് എന്തെങ്കിലും ആ ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിരുന്നോ? കാരണം ഇത്രയും പഴക്കമുള്ളൊരു കേസ് അന്വേഷിക്കാൻ നമ്മളൊരു മുൻകൈ എടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അല്ല, അതിനൊരു സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇൻഫർമേഷൻ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നുള്ളൂ. അപ്പം നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം FIR ഇട്ടതിനും മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്.